കണ്ടാൽ തന്നെ കൊതിയാവുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് ചൂടായിട്ട് ഒന്ന് കംപ്ലീറ്റ് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല തിന്നായിട്ടുള്ള സേമിയ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് സേമിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെ വെക്കരുത് കേട്ടോ. ഈ പാനിൽ തന്നെ വെച്ചാലും പാനിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് സേമിയ കരിഞ്ഞു പോവും. ഇനി ഞാനിവിടെ ഒരു 1/3 കപ്പ് പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അടിച്ച് നോക്കിയിട്ട് നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പേസ്റ്റ് പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേമിയത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സേമിയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കുനാഫയുടെ ഡോ വെച്ചിട്ടും ചെയ്യാം, കുനാഫ വെർമിസെല്ലി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് ഞാനിവിടെ വാൻ ഹോട്ടൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പ്രീമിയം ചോക്ലേറ്റ്. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഡയറി മിൽക്ക് എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്നങ്ങ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്കാണ് നമ്മൾ ബേസായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അടിയിൽ. അത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാലും അതുപോലെ നമ്മുടെ പിസ്താഷ്യോടെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റും കൂടെ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള അത് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സേമിയയുടെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അത് ആവശ്യത്തിന് ഒരു ലെയർ നമ്മൾ ഈ കേക്കിൻ്റെ ആ ഒരു തിക്നെസ്സിൽ തന്നെ ഈ ഒരു സേമിയയുടെ ലെയറും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയറായിട്ട് നമ്മളിതാ ചോക്ലേറ്റിൻ്റെ ഒരു മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് ഒരേ കനത്തിലങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്താഷ്യോയുടെ പേസ്റ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഫോർക്കിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് മുകളിൽ ഒന്ന് ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോർക്ക് വെച്ചിട്ട്. പിന്നെ പിസ്താഷ്യം കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നങ്ങ് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഒരുപാട് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഈ ഒരു വെർമിസെല്ലിയുടെ ആ ഒരു ക്രിസ്പിനെസ്സിനോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഒന്നങ്ങ് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് ആ ഒരു കേക്കും അതുപോലെ ആ ഒരു സേമിയയുടെ ക്രഞ്ചിയും പിസ്താഷ്യോയുടെ ടേസ്റ്റും ചോക്ലേറ്റും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുനാഫ ചോക്ലേറ്റ് കേക്ക് എന്നൊക്കെ പറയാം. നമ്മൾ കുനാഫയുടെ ഡോ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള വെർമിസെല്ലി വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്